കോഴിക്കോട് ലോഡ്ജിലെ യുവതിയുടെ കൊലപാതകത്തിൽ സുഹൃത്തിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. പ്രതി അബ്ദുൾ സനൂഫ് ഉപയോഗിച്ചത് സുഹൃത്തിന്റെ കാറ്. അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കി. പോലീസ് വിവരങ്ങളുമായി അഭിനയുണ്ട്. അഭിന, ഈ ഒരു പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഈ ഒരു കൃത്യം നടന്നതിന് ശേഷം പ്രതി ഒളിവിലായിരുന്നു. ഇയാളേക്കുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വൃന്ദ, കഴിഞ്ഞ ദിവസമാണ് സനൂഫിനെ കാണാതായത്. ഈ ഫസീല ലോഡ്ജ് മുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടിരുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി നാടുവിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ പ്രതി ബാംഗ്ലൂരിലാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പോലീസ് ആ ഒരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും പാലക്കാടേക്ക് പോവുകയും അത് സുഹൃത്തിന്റെ കാറിലായിരുന്നു ഈ സനൂഫ് സഞ്ചരിച്ചിരുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ തന്നെ പാലക്കാട് സനൂഫ് കാറ് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. പിന്നീട് പാലക്കാട് നിന്നും KSRTC ബസ് വഴിയാണ് ബാംഗ്ലൂരിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. ഈ സനൂഫ് ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത്. പോലീസിന്റെ ഒരു നിഗമനം തന്നെ ഇത്തരത്തിലാണ്. സനൂഫ് ബാംഗ്ലൂരിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് കൂടാതെ തന്നെ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രധാനമായും ഈ ഒരു അന്വേഷണം തുടരുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ കഴിഞ്ഞ 24-നാണ് ഇരുവരും ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. പിന്നീടാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിയുന്നത്. അതുകൂടാതെ തന്നെ സനൂഫ് ലോഡ്ജ് മുറിയിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറും അതുപോലെ തന്നെ മേൽവിലാസം അടക്കം വ്യാജമാണെന്ന് തെളിയുകയും ചെയ്യുകയായിരുന്നു. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇരുവരും തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒറ്റപ്പാലത്തും സമാനമായ രീതിയിൽ മുറിയെടുക്കുകയും പിന്നീട് ഈ ഫസീല ഇയാൾക്കെതിരെ സനൂഫിനെതിരെ പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വൃന്ദ, ശരി. കോഴിക്കോട് ലോഡ്ജിലെ യുവതിയുടെ കൊലപാതകത്തിൽ സുഹൃത്തിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. പ്രതി അബ്ദുൾ സനൂഫ് ഉപയോഗിച്ചത് സുഹൃത്തിന്റെ കാർ. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൂടാതെ തന്നെ അബ്ദുൾ സനൂഫ് കേരളം വിട്ടെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ബാംഗ്ലൂരിലേക്ക് കടന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പ്രതിയുടെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിന പി. ചിറക്കൽ.